വിദേശത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മധ്യ കേരളത്തിലെ മത ബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മംബൗൽ ഉലൂം കുടുംബസംഗമം സമ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ പ്രസ്ഥാനം ഇനിയും ഒരുപാട് പടവുകൾ ചവിട്ടിക്കേറി ഈ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ. കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വിദേശത്ത് തടവിലാക്കപ്പെട്ട വധശിക്ഷ വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്നുള്ള പെൺകുട്ടിയെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും അത് ജാതി മത ചിന്തകൾക്കെല്ലാം അപ്പുറത്തായി ഒരു മനുഷ്യജീവൻ, ഒരു കുടുംബത്തിലെ ആ ജീവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനവും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ആ ബന്ധങ്ങളെയും സ്വാധീനത്തെയും മറ്റുള്ളവർ എത്രമാത്രം വിലമതിക്കുന്നു. ഒരു വിദേശ രാജ്യത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ പോലും, ഭരണാധികാരികൾ പോലും അദ്ദേഹത്തിന്റെ ശബ്ദത്തെയും അദ്ദേഹത്തിന്റെ വാക്കുകളെയും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയെയും എത്രമാത്രം വിലമതിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ആ വധശിക്ഷ നടത്താൻ വേണ്ടിയത് മാറ്റിവെക്കപ്പെട്ടത്. ഇതിനൊരു പോസിറ്റീവായ ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതെല്ലാം ഈ സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല മെസ്സേജ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാനും ശത്രുക്കളാക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ജാതി മത ചിന്തകൾക്കപ്പുറമായി ഒരു കുടുംബത്തിന് മനുഷ്യജീവനെ തിരിച്ചു കിട്ടുവാനായി നടത്തിയ ശ്രമങ്ങളാണത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ആളുകളെ ഭിന്നിപ്പിക്കാനും ശത്രുക്കളാക്കാനും ശ്രമം നടക്കുന്നുണ്ട്. പച്ചവെള്ളത്തിൽ തീപിടിപ്പിക്കുന്ന വർഗീയത കൊണ്ടുവരാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. അതിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണമെന്നും നമ്മളെല്ലാവരും തോളോട് തോൾ ചേർന്നാണ് അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തുകയും അവർക്കൊന്നും സ്വാധീനമില്ലാത്തവരാക്കേണ്ടതെന്നും അവരുടെ വാക്കുകൾക്ക് വിലയില്ലാതാക്കി മാറ്റേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൽത്തറ P അബ്ദുൽ ഖാദർ മദനി അധ്യക്ഷത വഹിച്ചു. പ്രസ്തുത സംഗമത്തിൽ ആനുകാലിക കുടുംബ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഭദ്രതയും യുവാക്കളുടെ മയക്കുമരുന്ന് സ്വാധീനവും വികൃതമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യപ്പെട്ടു. വിഷയാവതാരകനായി ഡോക്ടർ അബ്ദുള്ളക്കുട്ടി AP, അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ, അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം എന്നിവർ വിഷയം അവതരിപ്പിച്ചു. പുതിയ കാലം, പുതിയ യുവത, കുടുംബ ബന്ധങ്ങളും ബാധ്യതകളും, ആദർശാത്മക ജീവിതം, ലഹരി, ആശങ്കയും പരിഹാരവും എന്നീ വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടന്നത്. മമ്പ എഡ്യൂക്കേഷണൽ സെന്റർ പ്രസിഡന്റ് VH ആസാദ് ആമുഖ പ്രഭാഷണം നടത്തി. രാവിലെ 10 മണിക്ക് നടന്ന പഠനവേദിയുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. നമ്മളിപ്പോൾ നാട് മാത്രമല്ല, ജീവന് വില കൽപ്പിക്കുന്ന എല്ലാവരും കാന്തപുരം ഉസ്താദിനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നൊരു സമയമാണ്. അദ്ദേഹത്തിൻ്റെ ആ ബന്ധമാണ്, മാനുഷികമായ ഇടപെടലാണ് ഒരു ജീവൻ ഇപ്പോൾ തുടരുന്നതിന് കാരണം. നിമിഷപ്രിയയുടെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിനടുത്തെത്തി അദ്ദേഹം നന്നായി ഇടപെട്ടു. ഇനിയെല്ലാം ആ ശ്രമം തുടരുകയാണ്. നമുക്കിപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. എന്തായാലും ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ജീവൻ ഭൂമിയിൽ അവശേഷിക്കില്ലായിരുന്നു. കാന്തപുരം ഷാനവാസ് സഖാഫി മൗലൂദ്പുര, അൻവർ സാദത്ത് MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, VS സക്കീർ ഹുസൈൻ, ജമാൽ മണക്കാടൻ, അഡ്വക്കേറ്റ് മജീദ് KK, അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, ജലാൽ അൽ ഹസനി, സ്വാഗത സംഘം ചെയർമാൻ KM കുഞ്ഞിമോൻ, ജനറൽ കൺവീനർ അബ്ദുൾ സത്താർ, ചീഫ് കോർഡിനേറ്റർ നൌഷാദ് മേത്തർ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം മുൻ MP M ആരിഫ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ആത്മീയ സംഗമത്തിന് കൽത്തറ P അബ്ദുൽ ഖാദർ മദനി നേതൃത്വം നൽകി. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.